നൗ ഐ വോണ്ട് യു ടു ഏതൊക്കെയാണോ ഏറ്റവും കുറവായിട്ടുള്ളത്, നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഏറ്റവും കുറച്ചിട്ടത്, അതിൽ നിന്നും ഒരു ആസ്പെക്ട്, ഏതെങ്കിലും ഒരു ആസ്പെക്ട് ഇന്നത്തെ ദിവസം ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത്? റിലേഷൻഷിപ്പ് ആണോ, ഹെൽത്ത് ആണോ, കരിയർ ആണോ, ഫിനാൻസ് ആണോ, അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണോ, സ്പിരിച്വാലിറ്റി ആണോ? ഇതിൽ ഏതാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആസ്പെക്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആസ്പെക്ട്, അത് ഇന്ന് സെലക്ട് ചെയ്യാം. ലേറ്റർ നിങ്ങൾക്ക് വേറെ ഉള്ള ആസ്പെക്ട്സും വീട്ടിൽ പോയിട്ട് ഇതേ സംഭവം തന്നെ ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണോ പറഞ്ഞു തരുന്നത് അത് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ആസ് ഓഫ് നൗ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ മനസ്സിലാകണമെങ്കിൽ ടേക്ക് വൺ ആസ്പെക്ട്. ഓക്കെ, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി ഈസി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഒരു ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആസ്പെക്ട് എടുക്കും, വേറൊരു ടാസ്ക് ചെയ്യുമ്പോൾ വേറെ ആസ്പെക്ട് എടുക്കും. ഇങ്ങനെ ഡിഫറെന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്താണ് മാറ്റം വന്നതെന്നുള്ളത്. സോ ഇഫ് യു ക്യാൻ ഫോക്കസ് ഓൺ വൺ തിങ് ഇറ്റ് വിൽ ബി ഗുഡ്. എന്നും പറഞ്ഞ് വേറെ ഫോക്കസ് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, ബെറ്റർ സെലക്ട് വൺ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണെങ്കിൽ, ഭയങ്കര മെസ്ഫുൾ ആയിട്ടുള്ളത് എടുത്താൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഏത് ആസ്പെക്ട് സെലക്ട് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് ഭയങ്കര മെസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് എത്രത്തോളം അതിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ഏറ്റവും കുറഞ്ഞ മാർക്കുള്ളത് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രയോറിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ, അത് പിന്നെ ആയാലും കുഴപ്പമില്ല, എനിക്ക് ഇതാണ് ഇപ്പൊ ആവശ്യം, അങ്ങനെ തോന്നുവാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം.